മഹാകവി ഇടശ്ശേരിയുടെ പേരിൽ സ്മൃതിശേഖരം ഇടശ്ശേരി സാഹിത്യ മന്ദിരത്തിൽ യാഥാർത്ഥ്യമാകുന്നു. ഇടശ്ശേരിയുടെ ദീപ്തസ്മരണ ഉണർത്തുന്ന സ്വകാര്യ വസ്തുക്കൾ, കവിയുടെ കാലവും ജീവിതവും അടയാളപ്പെടുത്തിയ ഫോട്ടോകൾ, കവിയെപ്പറ്റി പ്രസിദ്ധ നിരൂപകർ എഴുതിയ ലേഖനങ്ങൾ, ഇടശ്ശേരിയെക്കുറിച്ച് മറ്റു കവികൾ എഴുതിയ കവിതകൾ തുടങ്ങിയവയാണ് ഒരുക്കിയിട്ടുള്ളത്. ഇതിനോടൊപ്പം ഇടശ്ശേരിയുടെ മുഴുവൻ സാഹിത്യകൃതികളും ഇവിടെയുണ്ട്. കൂടാതെ ഇടശ്ശേരിയുടെ ശബ്ദം കേൾക്കാനും കയ്യെഴുത്തു കാണാനും QR കോഡിലൂടെ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കുമെല്ലാം ഉപകാരപ്പെടുന്ന വിധത്തിലാണ് സ്മൃതിശേഖരം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ജൂൺ 7 രാവിലെ പൊന്നാനി ഇടശ്ശേരി സാഹിത്യ മന്ദിരത്തിൽ വെച്ച് ഇടശ്ശേരി സ്മാരക സമിതിയുടെയും മഹാകവി ഇടശ്ശേരി സ്മാരക ട്രസ്റ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഡോക്ടർ കെ മുരളീധരൻ സ്മൃതിശേഖര സമർപ്പണം നടത്തും. ഡോക്ടർ എം ലീലാവതി ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇടശ്ശേരി ജീവിച്ചിരുന്ന കാലത്തെ മുഴുവൻ ഓർമ്മകളും ഇപ്പോൾ സ്മൃതിശേഖരത്തിനകത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. അത് ഈ പാനലുകൾ 10-20ഓളം പാനലുകൾ ഇടശ്ശേരി ഇടപെട്ടു പോയ മനുഷ്യർ മുഴുവൻ അതിനകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ മലയാളത്തിലെ വലിയ കവികൾ കുഞ്ഞിരാമൻ നായരെ പോലെ, അതേപോലെ NV കൃഷ്ണവാര്യരെ പോലെ, ഉറൂപ്പിനെ പോലെ അദ്ദേഹം ആ കാലത്ത് ഇടപെട്ട് പോയിട്ടുള്ള മനുഷ്യരുമായി ചെറുകാലത്തുള്ള ഫോട്ടോ, നിരവധി ഫോട്ടോകൾ, അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് പോയിട്ടുള്ള മനുഷ്യരുടെ മുഴുവൻ ഛായാചിത്രങ്ങൾ, അതിൻ്റെ ഡീറ്റെയിലിംഗ് എല്ലാം കൂടി ചേർന്ന് പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഇത് 10-15 ചിത്രങ്ങളല്ലേ എന്ന് കരുതിയിട്ട് അവിടെ നിന്ന് പോരാനാവില്ല. കാരണം ഒരു പാനലിൻ്റെ മുന്നിൽ ചെന്ന് കഴിഞ്ഞാൽ അത് QR കോഡ് സഹിതമാണ് ആ പാനൽ നിശ്ചയിച്ചത്. സ്മൃതിശേഖരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവർക്കും, കേരളത്തിൽ മാത്രമല്ല എവിടെയുള്ള വ്യക്തികൾക്കായാലും ശരി, ഇവിടെ വന്ന് ഇടശ്ശേരിയെ ഒന്നും കൂടി അടുത്തറിയാനും അതിൻ്റെ പഴയകാല സമിതിയുടെ ചരിത്രം മനസ്സിലാക്കാനുള്ള വലിയൊരു അവസരമാണ് നമ്മൾ പൊന്നാനിയിൽ നമ്മൾ തുറന്നു കൊടുക്കാനായിട്ട് പോകുന്നത്. അത് നമുക്ക് പൊന്നാനിയിൽ കിട്ടിയതിൽ നമുക്ക് അഭിമാനിക്കാമെന്ന് എനിക്ക് പറയുന്നു. കാരണം കുടുംബാംഗങ്ങൾ ഇത് തരാനുള്ള സന്മനസ് കാണിക്കണം. 1, 2 അത് പൊന്നാനിയിൽ തന്നെ വെക്കുന്നതിന് വേണ്ടി. അവർക്ക് വേണമെങ്കിൽ തൃശ്ശൂർ വേണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ അതിന് വേറെ സ്ഥലത്ത് ആർക്കും കൈമാറാം. പക്ഷെ അത് ഇടശ്ശേരിയും പൊന്നാനിയും നമ്മളെ ബന്ധം ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും നമുക്കറിയാം. അതുകൊണ്ട് പൊന്നാനിക്ക് തന്നെ അത് എത്തിയതിൽ വളരെ സന്തോഷമുണ്ട്.